ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിറാക്കിൾ വ്ളോഗർ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു പലഹാരമാണ്. നമുക്ക് വൈകുന്നേരം ചായക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. മൈദയും മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, നമുക്കതിങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് 2 കപ്പ് മൈദയാണ്. ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് മധുരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഓവർ മധുരം ആകുമ്പോൾ നമ്മുടെ എണ്ണയൊക്കെ കുടിക്കും. അപ്പം ഒരു പാകത്തിനനുസരിച്ച് മധുരം ഇട്ട് കൊടുക്കാം. പിന്നെ ശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ബേക്കിംഗ് സോഡ കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, പാൽപ്പൊടി യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എഗ്ഗ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതിനെ ലൂസാക്കി എടുക്കാൻ. അധികം ലൂസാക്കി എടുക്കരുത്. നമ്മൾ കുറച്ച് തിക്കിലാണ് നമുക്ക് ഈ ഒരു മാവ് ആക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്ത് നോക്കാം. ഓവർ ലൂസായി എടുക്കാൻ പാടില്ല. കുറച്ച് തിക്നെസ്സിൽ വേണം നമുക്ക് ഈ മാവ് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു തിക്കിൽ നമുക്കിത് ആക്കിയെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്കിൽ വേണം നമ്മൾ എടുക്കാൻ. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളിതൊന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് അടിച്ച് കൊടുത്ത് എല്ലാം യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് മൂടി വെക്കാം. അപ്പോൾ 10 മിനിറ്റിന് ശേഷം ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതേപോലെ ഒഴിച്ച് കൊടുക്കാം. ഓരോ കയ്യിൽ കുറച്ച് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ചൂടായ എണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കാം. നമ്മുടെ എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കരുത്, അപ്പോൾ നമ്മുടെ ഉള്ളു വേവില്ല. അപ്പോൾ ഇതാ നമ്മുടെ നല്ലോണം പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ 4 മണി പലഹാരം അപ്പം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനുകൾക്കിടയിൽ പെട്ടെന്ന് വരുന്നതാണ്. അപ്പോൾ ഇതേപോലെ നമുക്കെല്ലാം പൊരിച്ചെടുക്കാം. ടേസ്റ്റി യമ്മി ആയിട്ടുള്ള നല്ലൊരു അപ്പമാണ്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. കണ്ടില്ല, നമ്മൾ നല്ല സോഫ്റ്റായിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എല്ലാവരും കഴിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസ് അറിയിക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇതാ നമ്മുടെ അപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.